സെക്യൂരിറ്റീസ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് മെക്കാനിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സ്റ്റോക്സ്, നമ്മുടെ കയ്യിലുള്ള പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്റ്റോക്സ്, ലോങ് ടേമിലേക്കൊക്കെ നിങ്ങൾ സ്റ്റോക്സ് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് അതേ സ്റ്റോക്കിന് തന്നെ മറ്റുള്ളവർക്ക് കടം കൊടുക്കാം. നമ്മളുടെ കയ്യിലിരിക്കുന്ന അസറ്റ്, നമ്മൾ വീടോ വസ്തുക്കളോ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ചുമ്മാ ഇട്ടേക്കത്തില്ല. പകരം എന്ത് ചെയ്യുന്നു, അത് ഇനിയൊരു വാടകക്കാരനെ കണ്ടെത്തിയിട്ട് വാടകയ്ക്ക് നമ്മൾ അദ്ദേഹത്തിന് വാടകയ്ക്ക് കൊടുക്കുന്നു. ആ വാടകയിൽ കൊടുക്കുന്ന ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ നമുക്ക് മാസം തോറും ഒരു വാടക ഇനത്തിൽ നമുക്ക് എന്ത് ലഭിക്കുന്നു, കാശ് ലഭിക്കുന്നു അല്ലേ. പക്ഷേ വാടകക്കാരന് വാടകയ്ക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് ആ ഒരു വസ്തുവിൻ്റെ പുറത്ത് ഒരു മൂല്യവർധന ഉണ്ടാകുമ്പോൾ അത് ആർക്കാണ് ശരിക്കും റിഫ്ലക്റ്റ് ആകുന്നത്? അത് ഓണർഷിപ്പ്. അപ്പം നിങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളല്ലേ അതിൻ്റെ ഓണേഴ്സ്. അപ്പം നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഓണർഷിപ്പ്, എൻ്റെ അവകാശം ഉള്ളിടത്തോളം അതിൻ്റെ മൂല്യവർധനവ് നിങ്ങൾക്ക് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ബെനിഫിറ്റ് എന്താണ്? നിങ്ങൾക്ക് അതിൽ പക്ഷേ റെൻറ്റിന് കൊടുക്കുന്നത് കൊണ്ട് ഒരു ഹോൾ പ്രോപ്പർട്ടിയുടെ എമൗണ്ട് നമുക്ക് കിട്ടുമോ? ഇല്ലല്ലോ. റെൻറ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചെറിയൊരു തുക നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നു. അതേമാതിരി തന്നെയാണ് സ്റ്റോക്സിനും, വേറെ യാതൊരു വ്യത്യാസവും ഇല്ല. പലരുടെയും സംശയം എന്തായിരുന്നു എന്ന് വെച്ചാൽ, സെക്യൂരിറ്റീസ് എൻ്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്, ഞാനത് റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ഇനിയൊരാൾ വാങ്ങിച്ച് കഴിയുമ്പോൾ റെൻറ്റിൽ എടുത്തു കഴിയുമ്പോൾ അത് കൊടുക്കുന്നതിന് ശേഷം ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പുറത്തുണ്ടാകുന്ന ഗ്രോത്ത്, വളർച്ച, അത് എനിക്കായിരിക്കുമോ അല്ല അത് ബോറോ ചെയ്യുന്നവർക്കായിരിക്കുമോ എന്നൊരു ചോദ്യം പ്രസക്തമായിട്ട് പലരും എന്നോട് വിളിച്ച് തന്നെ ചോദിച്ച ചോദ്യമാണ്. പേടിക്കണ്ട, നിങ്ങളുടെ കയ്യിൽ റിലയൻസിൻ്റെയോ അല്ലെങ്കിൽ ഏത് സ്റ്റോക്കോ ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്, നിങ്ങളത് റെൻറ്റിന് കൊടുത്തു. ഇതേ വീടിൻ്റെ കൺസെപ്റ്റ് പോലെ തന്നെയാണ് സ്റ്റോക്കിനും. റെൻറ്റിന് കൊടുത്ത സ്റ്റോക്കിന് റെൻറ്റ് മാത്രമേ നമ്മൾക്ക്, റെൻറ്റിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ആ റെൻറ്റിനെടുത്ത ആൾക്ക് ആ സ്റ്റോക്കിൻ്റെ പുറത്ത് ഉയർച്ച ഉണ്ടാവുകയാണെങ്കിൽ, 100 രൂപയുടെ സ്റ്റോക്ക് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് 100 രൂപയായിരുന്നു. ആ റെൻ്റൽ എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ റെൻ്റൽ പീരിയഡ് എന്ന് പറയുന്നത്, പീരീഡിനുള്ളിൽ ആ സ്റ്റോക്കിൻ്റെ വില 102, 103, 104, 105, 106 എന്ന് പറഞ്ഞ് എത്രയോ കയറിപ്പോയാലും ആ കയറുന്നതിൻ്റെയൊക്കെ മൂല്യം ആർക്കാണ്? ഓണർഷിപ്പായിട്ടുള്ള നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ അവകാശം. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.